ലിജോ, നോക്കൂ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ അറസ്റ്റ് വളരെ നിർണായകമാണ്. അതായത് ഈ തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല എന്ന് അന്വേഷണ സംഘം ആദ്യമേ തന്നെ ഉറപ്പിച്ചിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു കണ്ടെത്തൽ വരുമ്പോൾ അത് ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതാണ് കാര്യമെന്ന് തന്ത്രി അറിഞ്ഞിരുന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നിരുന്നോ, അക്കാര്യത്തിലൊക്കെ കൂടി ഒരു വ്യക്തത വരേണ്ടിയില്ലേ ഇപ്പോൾ? ഇപ്പോൾ പ്രാഥമികമായി അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തുള്ള ഒരു അറസ്റ്റ് റിപ്പോർട്ടിന്റെ കാര്യമാണ്. അറസ്റ്റ് റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റു കാര്യങ്ങൾ സാമ്പത്തികമായ നേട്ടം ഉണ്ടായോ മറ്റു കാര്യങ്ങളും തന്നെ വിശദമായി അതിന്റെ മുഴുവൻ പേജുകളും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത്തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും കൃത്യമായി അതിന് കുറച്ചുകൂടെ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ആചാരവും പാലിക്കാതെ ഇത്തരത്തിലുള്ള ക്രൈം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഈ സാമ്പത്തികമായ ലാഭത്തിലേക്കൊക്കെ കടന്നു എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിലായിരിക്കും ഒരുപക്ഷെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഈ സമർപ്പിച്ചിരിക്കുന്ന അറസ്റ്റ് സംബന്ധിച്ച ഈ റിപ്പോർട്ടിൽ വെച്ച് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ തന്ത്രിയെ റിമാൻഡ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്കായിരിക്കും കോടതി കടക്കുക. ഒരുപക്ഷെ ഇനിയിപ്പോ അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക, അല്ലെ? അതായത് ഇന്നിപ്പോൾ ഈ അറസ്റ്റ് ചെയ്തു, ഇനി റിമാൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും മുന്നിലുള്ള നടപടി. അതിനുശേഷം ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതിനുശേഷം കൂടുതൽ വകുപ്പുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണോ അന്വേഷണ സംഘം പോകുന്നത്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാര്യം. ഇപ്പോൾ ഇവിടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു, ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. ഇനി ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അടുത്ത ഈ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളും കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആചാര ലംഘനത്തിന് കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങളും കട്ടളപ്പാളി കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്തു എന്നുള്ള കാര്യങ്ങളും പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ ഒരു മൗനാനുവാദം നൽകി. അതിന്റെ സംരക്ഷകനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ അവിടെ കളവ് നടത്താൻ അനുവാദം നൽകി എന്ന് പറയുമ്പോൾ, അതായത് അയാളുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷണം പോയത് അത് കണ്ണടച്ചു കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്ന ആളെ സ്വാഭാവികമായി ഇനി വിശദമായ ഒരു ചോദ്യം ചെയ്യലിന്റെ ആവശ്യമുണ്ടാകും. ആ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഈ സാമ്പത്തികമായ ലാഭവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ലിജോ, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടിരുന്നു, മറ്റൊന്ന് കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ തട്ടിപ്പിനെ കുറിച്ച്, ഇങ്ങനെ ഒരു മോഷണം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് അവിടെ നടക്കാനിരിക്കുന്നതിനെ സംബന്ധിച്ച് തന്ത്രിക്ക് എന്തെങ്കിലും സൂചന ലഭിച്ചിരുന്നോ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു അറിവ് ഈ തന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നേരത്തെ തന്ത്രിയോട് പ്രതികരണം മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായ വാക്കുകൾ കൊണ്ടൊന്നും മറുപടി നൽകില്ല. പക്ഷേ തന്നെ കുടുക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തലയാട്ടുന്നൊക്കെയുണ്ട്. അത് എന്താണ് അദ്ദേഹം അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെയൊരു വിവരം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോറ്റി ഒരു തട്ടിപ്പിന് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു മൗനാനുവാദം അവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നോ എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രണ്ട് പരാമർശങ്ങൾ, അതായത് തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നോ കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ, ഈ രണ്ട് പരാമർശങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അങ്ങനെ കൂട്ടി വായിച്ചുകൂടെ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഈ അറസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളും അത് തന്നെയാണ്. തന്ത്രിയുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൂർണ്ണമായുള്ള ഒരു സംരക്ഷകനാണ് തന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യം. പക്ഷെ അവിടെ സംരക്ഷിക്കാതെ കളവ് ചെയ്യുന്നതിന് കൂട്ടുനിന്ന് കൊടുത്തു. കളവ് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് കളവ് ചെയ്തു എന്ന് തന്നെയാണ് അവിടെ വരുത്തിയിരിക്കാനായിട്ട് ആ അറസ്റ്റ് റിപ്പോർട്ടിലൂടെ അത് ചെയ്തിരിക്കുന്ന കാര്യം. അത് സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് തന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം പലപ്പോഴും ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് തലയനക്കിക്കൊണ്ട് മാറ്റും മാത്രമായിരുന്നു ഒരു പ്രതികരണം നൽകിയത്. പക്ഷേ അത് ഈ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കുടുക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ അത് തലയാട്ടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോകുന്നു. പക്ഷേ ഇവിടെ ഈ അറസ്റ്റ് റിപ്പോർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് കാര്യം കൃത്യമായ ഒരു ബോധ്യം എന്തായാലും തന്ത്രിക്ക് വന്നിട്ടുണ്ട്. താൻ ചെയ്ത കളവുകളെല്ലാം ഒരുപക്ഷെ അന്വേഷണ സംഘം കൃത്യമായി അതിനെ മറന്നീക്കി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ചോദ്യം ചെയ്യുന്നത് തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ബുദ്ധിമുട്ടും അത്തരത്തിൽ തന്നെ ഒരു കൃത്യമായ ഒരു പ്രതികരണം നടക്കാൻ തന്ത്രി അവിടെ പോവുകയും ചെയ്യുന്നത്. ഈ ആചാര ലംഘനത്തിനെതിരെ ഈ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ കാര്യം അത്
ഇത്തരത്തിലൊരു കാര്യം നടന്നു എന്നറിയുമ്പോൾ അത് കൃത്യമായി ഒന്നുകിൽ അതിനെ എതിർക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിനെ മറ്റുമൊക്കെ അറിയിക്കേണ്ടുന്ന ഒരു വലിയ ദൗത്യമുണ്ട് തന്ത്രിക്ക്. ആ ദൗത്യം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം അത് കൃത്യമായി നിർവഹിക്കാനായിട്ട് തന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ തെറ്റ്. ആ ഒരു തെറ്റ് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ തുറങ്കലിൽ അടയ്ക്കുന്ന ഒരു കാര്യം വരെ എത്തി നിർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി എന്ന് പറയുന്നത് കാര്യം ഇതിന്റെ ഒന്നാം പ്രതി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രവുമല്ല ഈ തന്ത്രിയും തമ്മിൽ, തന്ത്രി കണ്ഠരര് രാജീവനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുന്ന അതിനാവശ്യമായ കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പോറ്റി ഈ പാളികൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പാളികൾ കൈമാറുന്ന സമയത്ത് ആ താന്ത്രിക വിധികളൊന്നും പാലിച്ചില്ല. മാത്രവുമല്ല കട്ടിളപ്പാളി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. അതായത് അവിടെ ഒരു കോൺസ്പിറസി നടന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘം ഈ അറസ്റ്റ് റിപ്പോർട്ടിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും വേണ്ടതെന്ന് പറയുമ്പോൾ തന്ത്രി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും താന്ത്രിക വിദ്യ പ്രകാരം ഓരോ കാര്യങ്ങൾക്കും ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓരോ ചെയ്യുമ്പോൾ സമയം കൃത്യമായി അത് ആ ദേവന്റെ ഒരു അനുവാദം വാങ്ങുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യമുണ്ട് ഈ അന്വേഷണ